പാലക്കാട് പി.കെ. ശശിയുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞു. അല്ലെങ്കിൽ ശശിക്ക് പഴയ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കുന്നില്ല എന്നതാണെന്ന് തോന്നുന്നു. ശശിയെ ഇത്രയേറെ വിമുഖനാക്കുന്ന ഒരു പ്രശ്നം. മാത്രമല്ല, എൻ സുരേഷ് ബാബുവിനെതിരെ കടുത്ത ആക്രമണം അഴിച്ചുവിടുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് കൂടി അദ്ദേഹം എത്തുന്നുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. പക്ഷേ നടപടിയെടുക്കാനാണ് പി.കെ. ശശിക്കെതിരെ കടുത്ത നടപടിയെടുക്കാനാണ് ത്തിന്റെ തീരുമാനം എന്നാണ് ഏറ്റവും ഒടുവിൽ എൻ സുരേഷ് ബാബു പറഞ്ഞിരിക്കുന്നത്. 3 മണിക്കൂർ മുൻപ് പുറത്തു വരുന്ന വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. പി.കെ. ശശിയുമായി പാർട്ടിയുമായുള്ള തുറന്ന പോര് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ സെക്രട്ടറി തന്നെ പ്രത്യക്ഷത്തിൽ പി.കെ. ശശിക്കെതിരെ പരാമർശവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. എങ്ങനെ വിലയിരുത്താം രാജഗോപാൽ സർ? ശശിക്കെതിരെ നടപടിയെടുക്കുമെന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ പരമാവധി ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ അവസാന നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. ലാസ്റ്റ് മിനിറ്റിലാണ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അതുവരെ എന്തെല്ലാമായിരുന്നു? പി.കെ. ശശി എത്ര കാലമായിട്ട് നേതൃത്വമായിട്ട് അടഞ്ഞു നിൽക്കുകയായിരുന്നു. പക്ഷെ KTDC ചെയർമാൻ സ്ഥാനം, KTDCയുടെ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ സ്ഥാനം വരെ അദ്ദേഹം കൊണ്ട് നടക്കുകയായിരുന്നു, അല്ലെ? പാർട്ടി തരം താഴ്ത്തി, ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി എന്നുള്ളതല്ലാതെ ശശിക്കെതിരെ കാര്യമായ നടപടിയൊന്നും എടുക്കാൻ പാർട്ടി തയ്യാറായിരുന്നില്ല. അവസാന നിമിഷം പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം സ്പിരിറ്റ് കച്ചവടക്കാരനാണ് എന്നുള്ള ആരോപണം ഉയർത്തിയ ശേഷമാണ്, അതോടൊപ്പം തന്നെ വിമതന്മാരുടേതെന്ന് അവര് പറയുന്നതും പി.കെ. ശശിയെ പോലുള്ളവർ പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടേതായ യോഗത്തില് 1500-2000 പേര് പങ്കെടുത്ത യോഗം പ്രസംഗിച്ച ശേഷമാണ് ശശിക്കെതിരെ നടപടിയെടുത്തത്, ശശിയെ പുറത്താക്കിയത്. നോക്കുക, അവസാന നിമിഷം വരെ പാർട്ടി കാത്തുനിന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ശശിയുടെ സ്വാധീനം മനസ്സിലാക്കേണ്ടത്, പി.കെ. ശശിയുടെ സ്വാധീനം മനസ്സിലാക്കേണ്ടത്. ജില്ലാ സെക്രട്ടറിക്കെതിരെ, സുരേഷ് ബാബുവിനെതിരെ വലിയ ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ കാലത്ത് CITUവിന്റെ നേതാവായിരുന്ന കാലത്ത് വളർത്തിയെടുത്തുകൊണ്ട് വന്ന നേതാവാണ് സുരേഷ് ബാബു. സുരേഷ് ബാബുവിനെതിരെ എനിക്കെല്ലാം വ്യക്തിപരമായിട്ട് അറിയാം. എന്നിട്ട് പറഞ്ഞൊരു ആരോപണമാണ് ഇയാൾ സ്പിരിറ്റ് കച്ചവടമാണ്, കള്ളിൽ സ്പിരിറ്റ് ചേർത്ത് വിൽക്കുക. നമ്മൾ പണ്ട് ദിലീപിന്റെ ഒരു സിനിമയുണ്ടായിരുന്നു, റൺവേ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു. ആ സിനിമയ്ക്കകത്തിലെ ഏതാണ്ട് വാളയാർ പരമശിവം എന്നൊരു റോൾ ഉണ്ടായിരുന്നു ദിലീപിന്. സ്പിരിറ്റ് കടത്തായിരുന്നല്ലോ, തമിഴ്നാട്ടിൽ നിന്നുള്ള സ്പിരിറ്റ് കടത്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി. അത് ആ കഥാപാത്രത്തിന്റെ ജോലി അതായിരുന്നു. അപ്പൊ അതുകൊണ്ട് സ്പിരിറ്റ് രാജാവായിട്ട് മാറുക ഈ പാലക്കാട് ജില്ലയുടെ ഒരു പൊതു സ്വഭാവമാണെന്ന് ഇതും. അത് പാലക്കാട് ജില്ല വാളയാർ തമിഴ്നാടുമായിട്ട് ചേർന്ന് കിടക്കുന്നത് കൊണ്ട് വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ധാരാളം ഇത്തരം സാധനങ്ങൾ കടത്തിക്കൊണ്ടുവരാവുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് പഴയ കോൺഗ്രസ് MLA മാരുടെ പേരിൽ, ഒരു കോൺഗ്രസ് MLA പേരിൽ ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായിരുന്നു.